ഹലോ, ജോബ്സ്വേദയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ പ്ലേസ്മെന്റിനോ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്ലേസ്മെന്റിനോ ഇന്റർവ്യൂവിനോ പോകാൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായി മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട്. മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആവശ്യത്തിനുള്ള സാമഗ്രികൾ പ്ലേസ്മെന്റ് ദിവസം നമ്മോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. പ്ലേസ്മെന്റ് കിറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി വൃത്തിയും വലിപ്പവും പൂർണ്ണമായും അടച്ചുകൊണ്ടുപോകാൻ പറ്റുന്നതുമായ ഒരു ഫയൽ വാങ്ങുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഇതുവരെയും പഠിച്ചു നേടിയ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ കൈവശം കരുതേണ്ടതില്ല. സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം കോപ്പി കരുതിയാൽ മതിയാകും. ആവശ്യപ്പെടുന്ന പക്ഷം പിന്നീട് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ഹാജരാക്കിയാൽ മതിയാകും. 10ാം ക്ലാസ് പ്ലസ് 2 ബിരുദം, ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും കയ്യിൽ കരുതുക. നിങ്ങളുടെ ഏതെങ്കിലും ഐഡിയുടെ ഒറിജിനലും, അതായത് കോളേജ് ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അംഗീകരിക്കപ്പെട്ട ID കാർഡിന്റെ ഒറിജിനലും ഒന്നിലധികം കോപ്പിയും കയ്യിൽ കരുതാൻ മറക്കരുത്. അധിക യോഗ്യതകളോ കോഴ്സ് ചെയ്തതിന്റെയോ ഇന്റേൺഷിപ്പ് ചെയ്തതിന്റെയോ അങ്ങനെ എന്തെങ്കിലും റെസ്യൂമിൽ പരാമർശിക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും നിർബന്ധമായും പ്ലേസ്മെന്റ് കിറ്റിൽ ഉൾപ്പെടുത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പുതുക്കിയതും അനുയോജ്യവുമായ റെസ്യൂമിന്റെ ഒന്നിലധികം കോപ്പി കയ്യിൽ കരുതാൻ മറക്കരുത്. ചിലപ്പോൾ അപേക്ഷാ ഫോമിലേക്കും രജിസ്റ്റർ ചെയ്യുന്നതിനും ഒക്കെയായി പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആവശ്യം വന്നേക്കും. അതുകൊണ്ട് തന്നെ ഒന്നിലധികം പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്ലേസ്മെന്റ് കിറ്റിൽ കരുതണം. മറ്റൊരു പ്രധാന കാര്യം, ഒരേ നിറത്തിലെ ഒന്നിലധികം പേന കയ്യിൽ കരുതേണ്ടതുണ്ട്. വരച്ചു കാണിക്കാനോ മറ്റോ ആവശ്യം വന്നേക്കാം എന്ന തോന്നലുണ്ടെങ്കിൽ പെൻസിൽ മറക്കരുത്. ചിലപ്പോൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ആണെങ്കിൽ കമ്പനി ഹാൾ ടിക്കറ്റ് നേരത്തെ തന്നെ ഇമെയിൽ വഴി അയച്ചു തന്നിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ ഹാൾ ടിക്കറ്റ് പ്രിന്റ് കൂടെ എടുക്കണം. ഇന്റർവ്യൂ കിറ്റിൽ കരുതേണ്ടവയുടെ എല്ലാം ഒരു ലിസ്റ്റാക്കി പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കുക. എല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഈ ചെക്ക് ലിസ്റ്റ് കൂടെ ഒന്നുകൂടെ നോക്കി ഒന്നും വിട്ടു പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കും. മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിടക്കുന്നതിന് മുൻപ് എടുത്ത് ഫയലിനുള്ളിലാക്കി വെക്കുക. അത് ഇന്റർവ്യൂ ദിവസം കൊണ്ടുപോകാനുള്ള ബാഗിലെടുത്ത് വെക്കുക. ഇനി പ്ലേസ്മെന്റിനോ ഇന്റർവ്യൂവിനോ തലേ ദിവസം തന്നെ യാത്ര പോകേണ്ടതുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന്റെ അന്നത്തേക്കുള്ള ഡ്രസ്സ് വൃത്തിയാക്കി തയ്യാറാക്കി മടക്കി ബാഗിലെടുത്ത് വെക്കേണ്ടതാണ്. ഇന്റർവ്യൂവിന് പോകാൻ തയ്യാറാക്കി വെച്ച പ്ലേസ്മെന്റ് കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ രേഖകളുടെയും സോഫ്റ്റ് കോപ്പി ഇമെയിലിലേക്ക് അയച്ചിടേണ്ടതാണ്. ഒരുപക്ഷെ കൂടുതൽ കോപ്പികൾ ആവശ്യമായി വന്നാൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു സിനിമ കാണാൻ പോകുന്ന ലാഘവത്തോടെ കൂടിയല്ല ഇന്റർവ്യൂവിന് പോകേണ്ടത്. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കരുതേണ്ട രേഖകൾ മറക്കാതെ കരുതേണ്ടത് അത്യാവശ്യമാണ്. ജോബ്സ്വേദയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ ജോലിക്കും നിങ്ങളുടെ നല്ലൊരു ഭാവിക്കും ആവശ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.